മേയറായിട്ട് ആര്യ രാജേന്ദ്രൻ ചാർജ് എടുത്ത് ഫസ്റ്റ് ഡേ തൊട്ട് ഓരോരോ ആരോപണങ്ങൾ വരുന്നുണ്ട്. ആദ്യത്തെ ആരോപണം AKG സെൻറ്ററിലെ LKG കുട്ടിയാണ്, പ്രായം കുറവ്, പക്വതയില്ലായ്മ എന്നതൊക്കെ ആയിരുന്നു ആരോപണമെങ്കിൽ ഉടനെ തന്നെ കോവിഡ് സമയമായിരുന്നു. ആ സമയത്ത് ആറ്റുകാൽ പൊങ്കാല വന്നു. അപ്പോൾ ഇല്ലാത്ത പൊങ്കാലയ്ക്ക് വേണ്ടി പിന്നീട് പണം ചിലവാക്കി എന്നുള്ള ആരോപണമായിരുന്നു രണ്ടാമത്. പിന്നെ വേറെ എന്തോ പാർക്കിംഗ് ലോട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ച. ഇങ്ങനെ നിരന്തരമായി ആ സമയത്ത് വലതുപക്ഷ കൗൺസിലർമാർ, അത് UDF ആയാലും BJP ആയാലും ഒറ്റക്കെട്ടായിട്ട് നടത്തിയിട്ടുള്ള കോർപ്പറേഷനകത്തും പുറത്തും നഗരത്തിലും നടത്തിയിട്ടുള്ള പ്രകടനങ്ങളും പ്രകടനാഭാസങ്ങളും ജനം ധാരാളമായി കണ്ടതാണ്. അപ്പം നമ്മളൊരു കാര്യം ആലോചിക്കണം. തിരുവനന്തപുരത്ത് ഒരു MP എന്ന് പറയുന്നത് ആനി മസ്കറിന് ശേഷം ഒരു വനിതാ MP ഉണ്ടായിട്ടില്ല. മേയർമാർ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. പ്രൊഫസർ AK പ്രേമജ് ഉൾപ്പെടെയുള്ള ഒരുപാട് മേയർമാരുണ്ടായിട്ടുണ്ട്. എന്നാലും സ്ത്രീകളോട് പെരുമാറുന്ന ചില രീതികൾ, ആ രീതികൾ പൊതുസമൂഹം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, അതിനെ എങ്ങനെയാണ് മറ്റ് രാഷ്ട്രീയക്കാർ വിലയിരുത്തുന്നത്? ഈ ആംഗ്യ ഭാഷ കാണിച്ചാലോ അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ UDF പ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. കാര്യം മുമ്പ് ഒരുപാട് സന്ദർഭങ്ങളിൽ അവരുടെ നേതാക്കന്മാരായിട്ടുള്ള സ്ത്രീകൾ, ഉദാഹരണത്തിന് ശോഭന ജോർജ് അതിനെക്കുറിച്ച് ധാരാളമായിട്ട്, അതായത് കോൺഗ്രസിൽ നിന്ന് മാറുന്നതിനെക്കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ AK ആന്റണി, ഉമ്മൻചാണ്ടിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ വേദിയിൽ നിന്ന് അവർ താഴോട്ടിറങ്ങുമ്പോൾ അവരെ ഇതുമാതിരി ഈ അശ്ലീല ആംഗ്യം മാത്രമല്ല അശ്ലീല ഇങ്ങനെ ലൈംഗിക പ്രദർശിപ്പിച്ചു എന്നവരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ശോഭന ജോർജ്. അതിനുശേഷം പിന്നീട് ശശി തരൂരിൻ്റെ മരിച്ചുപോയ ഭാര്യ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പം അവരെ കടന്നു പിടിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അവരെ ചീത്ത വിളിക്കുന്നതുമൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ സ്ത്രീകളോടുള്ള പൊതുവെയുള്ളൊരു സമീപനം അങ്ങനെയാണെന്നിരിക്കെ ഇത്തരത്തിലുള്ള അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുകയും അല്ലെങ്കിൽ അശ്ലീലപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയും അതിനെ പിന്നീട് ന്യായീകരിക്കുകയൊക്കെ ചെയ്യുന്നത് ഏതോ ഒരു എന്താണ് പറയുന്നത് മാച്ചോ ഇമേജൊക്കെ എന്താണ് ബൂസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് ഇത്തരക്കാർ കരുതുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ഇടതുപക്ഷത്തിന്റെ ഒരു മേജർ ആയതുകൊണ്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് പറഞ്ഞു വരുന്നത്. മേയർ എന്നുള്ള നിലയിൽ സ്ത്രീയായ ആര്യ രാജേന്ദ്രൻ ആക്രമിക്കപ്പെടുകയാണ്. ഇത് മറുപക്ഷത്ത് പ്രതിപക്ഷത്ത് നിൽക്കുന്നവർക്ക് ഇത് പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ് എന്നാണോ? അങ്ങനെയാണോ താങ്കൾ ആരോപിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഇതിനെല്ലാം നോക്കിക്കാണുമ്പോൾ അങ്ങനെയാണ്. കാര്യം എല്ലാ സ്ത്രീകളോടും ഇപ്പോൾ ഒരു സ്ത്രീ പത്രപ്രതിനിധിയോട് ഒരു പൊതുജന അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ നിൽക്കുന്ന ഒരാൾ പെരുമാറിയത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ പല രീതിയിലുള്ള ഇത്തരം ആരോപണങ്ങൾ വരുമ്പോഴല്ല, ഉദാഹരണത്തിന് ദിലീപിൻ്റെ കേസിൽ തന്നെ ദിലീപ് ഏട്ടൻ പാവാട എന്ന് പറഞ്ഞിട്ടൊരു ഒരു രീതിയിലുള്ളൊരു പ്രചരണമാണ് അഴിച്ചുവിട്ടത്. അന്നേരം അതിജീവിതയുടെ കൂടെ ഇത് കേരളത്തിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ തല്ലിയാലും തല്ലിയാലും രണ്ട് പക്ഷമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഈ പ്രതിപക്ഷത്തുള്ള ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചല്ലോ, സ്ത്രീ വിരുദ്ധ നയങ്ങളൊക്കെ ശ്രീ ജയരാജ് ഇപ്പോൾ പ്രതിപക്ഷത്ത് നിന്നുള്ളവരുടെ അത് ചൂണ്ടിക്കാട്ടി. അങ്ങനെയാണെങ്കിൽ ഈ കത്രിക വയറ്റിൽ കുടുങ്ങിയ ഹർഷീന എത്ര നാളായി ഒരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ആരോഗ്യമന്ത്രിയുടെ മുൻപാകെ സമരമിരിക്കുന്നു? അതും പോട്ടെ, കോഴിക്കോട്ടെ ICU പീഡന കേസിലെ അതിജീവിത മുഖം മറച്ചുകൊണ്ട് പൊതുജന മധ്യത്തിൽ എത്ര നാളായി നീതിക്ക് വേണ്ടി സമരമിരിക്കുന്നു? അതിൽ എന്തായാലും ഇടതുപക്ഷം കൃത്യമായൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ഇടതുപക്ഷം ഇതിനകത്തുനിന്ന് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമായിക്കോട്ടെ, ഞാൻ ഇടതുപക്ഷ അല്ല, താങ്കൾ ആദ്യം പ്രതിപക്ഷ പാർട്ടികൾ UDF എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. അവരുടെ നയം, അവരുടെ രീതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് താങ്കൾ കൃത്യമായി തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കേസ് ഓഫ് മെഡിക്കൽ നെഗ്ലിജൻസ്. ആദ്യത്തേത് കാര്യം കത്രിക വെച്ച് മറക്കുന്നതും പഞ്ഞി വെച്ച് മറക്കുന്നതും ഒന്നും ആദ്യത്തെ സംഭവമല്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ICU പീഡന കേസാണ്. അതും ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളൊരു കേസല്ല, അത് അവിടുത്തെ ജീവനക്കാർ ഉണ്ടാക്കിയ ഒരു കേസാണ്. ആ ജീവനക്കാരൻ ഏത് സംഘടനയിൽപ്പെട്ട ആളായിരുന്നു? ആ ജീവനക്കാരനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏത് സംഘടനയിൽപ്പെട്ടവരാണ് ഇടപെട്ടത്? എന്നിട്ട് എവിടെ നീതി ലഭ്യമാക്കി അതിജീവിതയ്ക്ക്? ഏത് സംഘടനയിൽപ്പെട്ട ആളായാലും ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നവർക്കെതിരെ പൊതുസമൂഹത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം എന്തുവാ? ഇതിനെയൊക്കെ തുറന്നു കാണിക്കുക എന്നുള്ളത്. ആര് ചെയ്താലും XY or Z. ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇതിപ്പം ന്യായമായ ഒരു കേസാണ്. അതായത് എനിക്കും തിരുവനന്തപുരം നഗരത്തിൽ ഇതുപോലെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
നഗരസഭയുടെ തന്നെ കുടിവെള്ളം പോകുന്ന വാഹനം എന്നെ ഇടിച്ച് തെറിപ്പിക്കുന്ന കണക്കല്ല ഞാനും ഫാമിലിയും കൂടെ യാത്ര ചെയ്തപ്പോൾ ഇതുപോലെ എന്നെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പോയി ഇടിച്ച് കഷ്ടിച്ചാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. KSRTC ബസ് റോഡിൽ ഇറങ്ങുമ്പോൾ വളരെ പേടിച്ച് ഞാൻ കൊല്ലത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പേടിച്ചൊരു സൈഡിലേക്ക് ഒതുക്കിയാണ് കൊടുക്കുന്നത് പല സന്ദർഭങ്ങളിലും. ഈ അടുത്ത് തന്നെ ഗതാഗത മന്ത്രി രാവിലെ തന്നെ ഒരു ചെക്കപ്പ് നടത്തിയപ്പം ഏതാണ്ട് 239 പേരെ മദ്യപിച്ചതായിട്ട് കണ്ടെത്തി. അങ്ങനെ കേരളത്തിലുണ്ടാകുന്ന റോഡ് ആക്സിഡന്റുകളുടെ എണ്ണം ഇതൊക്കെ ഭയപ്പാടോടുകൂടിയാണ് ജനം റോഡിലിറങ്ങുന്നത്.